രാജേഷ്, ഇതാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങളെ ഒരു സത്യസന്ധൻ എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഈ ഉള്ള പ്രതിച്ഛായ നിങ്ങൾ വെറുതെ കളയരുത്. എന്തുകൊണ്ടാണ് ഈ ബാറിന്റെ പ്രവർത്തന സമയം നീട്ടുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിന് ധാരാളം ആവശ്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ CPIക്ക് പോലും ഈ വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായതിന്റെ പിന്നില് ഇതൊക്കെ ഒരു കാരണമാവാം. ആണെന്ന് ഞാൻ പറയുന്നില്ല. ക്രൈസ്തവ സഭകൾ പറഞ്ഞത് ഡീലാണെന്ന്. ഏത്? ബാർ ഉടമകളും സർക്കാരും തമ്മിലൊരു ഡീൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ചക്രത്തിന്റെ ഇടപാടാ, ദമ്പടി. അതിന്റെ ഏർപ്പാടാണെന്ന് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുണ്ടോ ഇല്ലയോ അത് നമുക്കറിഞ്ഞുകൂടാ. ഇനി ചിലപ്പോൾ ഏതെങ്കിലും ബാർ ഉടമകളുടെ ശബ്ദരേഖയായിട്ടൊക്കെ ഇത് പുറത്തു വന്നേക്കാം. അതോടെ നിൽക്കട്ടെ. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വലിയ അസ്വാഭാവികതയൊന്നുമില്ല. അതൊക്കെ സമ്മതിച്ചാൽ പോരായോ? നിങ്ങളുടെ 2 മണിക്കൂർ സമയം നീട്ടിക്കൊടുത്തു. അത് സർക്കാരിന്റെ നയമാണെന്നേ. ഞങ്ങളുടെ തീരുമാനം അതാ. കേരളത്തിലെ ജനങ്ങള്, അതുപോലെ തന്നെ ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾ രാത്രി മുഴുവൻ കുടിച്ച് കൂത്താടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ 4 ഏക്കറും സർക്കാരിന്റെ ഖജനാവിലേക്ക് വരികയും ചെയ്യും. അത് ധൈര്യത്തോടെ അങ്ങ് പറഞ്ഞാൽ പോലെയോ? അത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് ഞങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെയോ? എന്തിനാണ് വെറുതെ പ്രതിപക്ഷത്തിനെ ഇതിനകത്ത് പിടിച്ചിടുന്നത്?